ഇന്ത്യാസ് ഗോട്ട് ലാറ്റിൻ ഷോയിലെ അശ്ലീല പരാമർശവുമായി ബന്ധപ്പെട്ട കേസിൽ യൂട്യൂബർ രൺവീർ അലഹബാദിയുടെ അറസ്റ്റ് തടഞ്ഞ് സുപ്രീം കോടതി. അലഹബാദിക്കെതിരെ കൂടുതൽ കേസുകൾ എടുക്കരുതെന്ന് കോടതി. നാഷണൽ ഡെസ്കിൽ നിന്ന് ലക്ഷ്മി ബാലചന്ദ്രനുണ്ട്. ലക്ഷ്മി, കൂടുതൽ കേസുകൾ എടുക്കരുത് എന്ന് പറഞ്ഞത് അത് എന്ത് സാഹചര്യത്തിലാണ്? എന്തൊക്കെയാണ് കോടതി ഇന്ന് ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ? അരുണ്യ, ഇപ്പോൾ സ്റ്റാൻഡപ്പ് ഷോയുടെ എപ്പിസോഡിൽ മാതാപിതാക്കളെയും ലൈംഗികതയെയും കുറിച്ചുള്ള പരാമർശത്തിന്റെ പേരിലാണ് ഇപ്പോൾ യൂട്യൂബ് രൺവീർ അലഹബാദി ഇപ്പോൾ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കുടുംബത്തിനും തനിക്കും വധഭീഷണി ഉണ്ടെന്ന് അലഹബാദി കോടതിയിൽ പറഞ്ഞിരുന്നു. ജീവനും സ്വാതന്ത്ര്യവും സംരക്ഷിക്കുന്നതിനായി ഇനി ഭീഷണി ഉണ്ടായാൽ പോലീസിനെ സമീപിക്കാനാണ് കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ കൂടുതൽ എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്യരുതെന്നും ഉള്ള മറ്റു കാര്യങ്ങൾ കോടതി പറഞ്ഞിരിക്കുന്നത്. അന്വേഷണവുമായി സഹകരിക്കുന്നിടത്തോളം ജയ്പൂരിൽ നൽകിയ മൂന്നാമത്തെയോ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മഹാരാഷ്ട്ര പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യില്ലെന്ന് എന്നാലും അലഹബാദിയോട് മഹാരാഷ്ട്രയിലെ പോലീസിൽ പാസ്പോർട്ട് സമർപ്പിക്കാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നു. കോടതിയുടെ മുൻകൂർ അനുമതിയില്ലാതെ രാജ്യം വിടാനുള്ള അനുമതിയും ഇപ്പോൾ രൺവീറിനില്ല. അതേസമയം അശ്ലീല പരാമർശത്തിൽ വളരെ കടുത്ത ഭാഷയിലാണ് ഇപ്പോൾ രൺവീറിനെതിരെ കോടതി വിമർശിച്ചിരിക്കുന്നത്. വളരെയേറെ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണെന്നാണ് കോടതി ഇപ്പോൾ ഈ വിഷയത്തിൽ അപലപിച്ചു കൊണ്ടുവന്നിരുന്നത്. ഈ ഒരു വിവാദ പരാമർശത്തെ തുടർന്ന് വലിയ രീതിയിലുള്ള വധഭീഷണികളും ട്രോളുകളും ഇപ്പോൾ സോഷ്യൽ മീഡിയ സൈബർ ആക്രമണങ്ങളൊക്കെ രൺവീറിനെതിരെ ഇപ്പോൾ നേരിടേണ്ടി വന്നിരിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു ആശ്വാസകരമായി രൺവീറിനൊരു വിധി വന്നിരിക്കുന്നത്. എങ്കിലും പരാമർശത്തെ കടുത്ത ഭാഷയിൽ തന്നെയാണ് കോടതി വിമർശിച്ചിരിക്കുന്നത്. അരുണ്യ, അതാണ് അറസ്റ്റ് തടഞ്ഞെങ്കിലും രൺവീറിന്റെ ഈ പരാമർശത്തെ അപലപിക്കുന്നുണ്ട് സുപ്രീം കോടതി. നാഷണൽ ഡെസ്കിൽ നിന്ന് ലക്ഷ്മി ബാലചന്ദ്രനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.